ഞാൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ പ്രാഥമിക അംഗത്വം പുറത്താക്കിയതിന്റെ പേരിൽ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വലിയ മനപ്രയാസത്തിലാണ്. എനിക്ക് എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാലഞ്ച് ദിവസമായിട്ട്, ഏകദേശം കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് എനിക്ക് കോൺഗ്രസ് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് എന്റെ മനസ്സിനെ വലിയ തോതിൽ എനിക്ക് പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവനും എന്റെ ജീവന്റെ ജീവനും കോൺഗ്രസ് ആണ്. മരണം വരെയും ഒരു കോൺഗ്രസുകാരനായി ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ആ സമയത്ത് എന്റെ ആ ഡിപ്രഷനിൽ എന്റെ പ്രാഥമിക അംഗത്വം എന്നെ മാറ്റിയതിന്റെ പേരിൽ ഞാൻ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ DCC പ്രസിഡന്റ് തങ്കപ്പേട്ടനെ കുറിച്ച് ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് തികച്ചും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എന്റെ സ്ഥിരകളിൽ ഓടുന്നത് കോൺഗ്രസിന്റെ രക്തമാണ്. ഞാൻ ഒന്നുമല്ലെങ്കിലും, കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നുമല്ലെങ്കിലും, ഒരു കോൺഗ്രസുകാരനായി അവസാനം മരണ സമയത്ത് നെഞ്ഞത്ത് ഒരു കോൺഗ്രസിന്റെ പതാക പുതച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക് ലയിച്ചു ചേരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്തരത്തിലൊരു അഭിമുഖം നടത്തുന്നത്. ഞാൻ എന്റെ ആ സമയത്തെ മാനസിക പ്രയാസം, ആ പ്രയാസപ്പെട്ട സമയത്ത് എന്നെ ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും നേതാക്കൾ ആ സമയത്ത് എന്നെ ആശ്വസിപ്പിച്ച കാരണം കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അവരോട് മാത്രം ഞാൻ പറഞ്ഞതിൽ മാപ്പ് പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അച്ഛനും മക്കളും പല തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവും. തച്ചമ്പാറയിലെ 2 ബൈ ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ആഹോർത്തം പണിയെടുക്കുന്ന സമയത്ത് എന്റെ കൂടെ ചേർന്ന് നിന്ന് കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പറിക്കാനും കോൺഗ്രസ് പാർട്ടിക്ക് ഭരണം തിരിച്ചു ലഭിക്കാനും വേണ്ടി അത്രയധികം എന്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതാണ് തങ്കപ്പേട്ടൻ. ഇതില് ഇത്തരത്തിൽ ഈ മാധ്യമ സുഹൃത്തുക്കളെ വരെ ഇതിലേക്ക് 2 പ്രാവശ്യമായിട്ട് ഞാൻ വിളിച്ചു വരുത്തി എന്റെ കാര്യങ്ങൾ സംസാരിച്ചതിൽ ഞാൻ എല്ലാവരോടും ഖേദം പ്രകടിപ്പിക്കുന്നു. എനിക്ക് കോൺഗ്രസ് വിട്ടിട്ട് വേറൊരു ജീവിതമില്ല. കോൺഗ്രസിലൊന്നും കിട്ടിയിട്ടല്ല, കോൺഗ്രസിലൊന്നും കിട്ടും വേണ്ട. പക്ഷെ ഞാൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുകൂടി ചാരി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ആ സമയത്ത് എന്റെ മാനസിക ഡിപ്രഷനാണ് എന്നെ പ്രേരിപ്പിച്ചത്. എന്ന് പറഞ്ഞ ചില വാക്കുകളൊക്കെ CPM ആയാൽ മതി, CPMകാരനാണ് എന്ന് പറഞ്ഞത് ആ സമയത്ത് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു വലിയ തോതിലുള്ള പ്രയാസം. ഞാൻ ഒരിക്കലും CPMന്റെ മെമ്പർഷിപ്പ് എടുക്കുകയോ CPMൽ ചേരുകയോ ചെയ്തിട്ടില്ല. അത് ഏതൊരാൾക്കും പരിശോധിച്ചാൽ അറിയാം. ഞാൻ ഒരിക്കലും CPMന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയോ CPMന്റെ കൂടെ സഹകരിച്ച് നിൽക്കാമെന്ന് മാത്രമാണ് ഞാൻ. ആ സമയത്തുള്ള ഒരു മനുഷ്യനാണല്ലോ, മനുഷ്യർക്കാണല്ലോ തെറ്റുപറ്റലും, അല്ലെങ്കിൽ മനുഷ്യർക്കാണല്ലോ ഈ മാനസിക ഡിപ്രഷൻ ഉണ്ടാവുകയൊക്കെ. ആ സമയത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ ഇടയിൽ നിന്ന് ആളുകളുടെ കുറവുണ്ടായ കാരണം കൊണ്ട് സംഭവിച്ചു പോയ ഒരു പിഴവാണ്. ഇതിനുശേഷം കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെട്ടിരുന്നു ഈ പ്രസിഡന്റിന് ശേഷം ഒരുപാട് ആളുകൾ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന എന്റെ പ്രവർത്തകരും ഒരുപാട് നേതാക്കന്മാർ മുഴുവനും ഞാൻ ചെയ്തത് അത്
കുറച്ച് കടന്ന കൈയായി പോയി എന്ന് പറഞ്ഞുകൊണ്ടും എന്റെ മാനസിക പ്രയാസം എനിക്ക് ഈ ജനങ്ങളോട് പറയാനുള്ളത്, എനിക്കൊരിക്കലും കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല. ഇതിനു ശേഷം ഒരു പരാതിക്കാരി വന്നിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോ ഞാൻ പറഞ്ഞാൽ ബോധ്യപ്പെടില്ല. എനിക്കെതിരെയുള്ള പരാതിക്കാരി തന്നെ നേരിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ വരുത്തിയ തെറ്റിദ്ധാരണ അവർ തന്നെ അത് ജനങ്ങൾക്കിടയിൽ മാറ്റി എന്നാണ് എനിക്ക് ആ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതിന്റെയൊക്കെ പുറകില് കുറെ ആളുകൾ ഉണ്ടാവും. പക്ഷെ അവരോടും എനിക്ക് ആ പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ ഞാൻ അവരോട് അതിന്റെ പുറകിൽ നിന്ന ആളുകളോടൊക്കെ വലിയ തോതിൽ എന്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം വെച്ചാൽ എന്നെ കുറിച്ച് ലൈംഗിക ആരോപണങ്ങളാണ് പലപ്പോഴും എന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ എന്റെ ആളുകളോട് എന്നെ കുറിച്ച് പറഞ്ഞത്. അത് ഇല്ല എന്ന് അവരെന്നെ പത്രസമ്മേളനം വിളിച്ച് നിങ്ങളുടെ മുമ്പിലൊക്കെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ നന്ദി ആ പത്രസമ്മേളനം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ച ആളുകളോടുണ്ട്.